എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി കുക്കർ വെജിറ്റബിൾ ബിരിയാണിയാണ്. വളരെ എളുപ്പത്തിൽ എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ട് കുക്കറിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ബിരിയാണിയാണിത്. കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ കൊടുത്തയക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണിത്. ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കുക്കറിലാണ് കേട്ടോ നമ്മൾ ഈ ഒരു ബിരിയാണി ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ചൂടായിട്ടുള്ള കുക്കറിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യിൻ്റെ ഒപ്പം തന്നെ ഞാൻ കുറച്ച് വെജിറ്റബിൾ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കാൻ ഇഷ്ടമല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ നെയ്യ് തന്നെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഹോൾ സ്പൈസസ് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ കരയാമ്പൂ, ഏലക്ക, സിന്നമൺ, കുരുമുളക്, പിന്നെ 2 ബേ ലീഫ് ഇത്രയാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഇതൊന്ന് ചൂടാക്കിയെടുത്ത് കഴിഞ്ഞാൽ പിന്നീട് അതിലേക്ക് പച്ചമുളകും സവാളയും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതാ 1 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ മീഡിയം വലിപ്പമുള്ള ഒരു സവാളയുടെ അര ഭാഗമാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ചെറുതായിട്ടൊന്ന് നിറം മാറി വരുന്ന ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഏകദേശം 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു പച്ച ടേസ്റ്റ് മാറുന്ന വരെ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂണ് വീതം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ഗരം മസാല, പിന്നെ മല്ലിപ്പൊടി, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ തന്നെ ബിരിയാണി മസാല. ഇത്രയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ള പൊടികൾ. ഇനി ഈ പൊടികളുടെയൊക്കെ ആ ഒരു പച്ച ടേസ്റ്റ് മാറുന്നവരെ നന്നായിട്ട് തന്നെ സോട്ട് ചെയ്തെടുക്കുക. ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിം ആക്കിയിട്ട് വേണം നമ്മളത് സോട്ട് ചെയ്തെടുക്കാൻ. അതല്ലാന്നുണ്ടെങ്കിൽ പൊടികൾ കരിഞ്ഞു പോവുള്ളൂ. ഇനി സോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ചെറിയൊരു തക്കാളിയുടെ അര ഭാഗം തക്കാളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. നന്നായിട്ട് സോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്താൽ മാത്രം മതി. ഇനി ഇതിലേക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ബീൻസ്, ക്യാരറ്റ്, ക്യാപ്സിക്കം, പൊട്ടാറ്റോ, കോളിഫ്ലവർ ഇത്രയും വെജിറ്റബിൾസാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി സോയാ ചങ്ക്സ് ഉണ്ടെങ്കിൽ അത് ചേർക്കാം, പനീർ ഉണ്ടെങ്കിൽ അത് ചേർക്കാം. എന്തൊക്കെയാണോ വെജിറ്റബിൾസ് നിങ്ങളുടെ കയ്യിലുള്ളത് അതൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി വെജിറ്റബിൾസ് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് കൊറിയൻഡർ ലീവ്സും പിന്നെ അതുപോലെ തന്നെ പുതിനയുടെ ഇലയും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഡ്രൈ ആയിട്ടുള്ള പുതിന ലീവ്സാണ് കേട്ടോ ചേർക്കുന്നത്. ഫ്രഷ് ആയിട്ടുണ്ടെങ്കിൽ അതുതന്നെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ജസ്റ്റ് ഒന്ന് വീണ്ടും ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ 1 കപ്പ് ബസുമതി റൈസിനുള്ള ബിരിയാണിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ 1 കപ്പിന് 2.25 കപ്പ് വെള്ളമാണ് ഞാനിപ്പോൾ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ ചേർത്ത് കൊടുക്കാം. എന്നാലാണ് ബിരിയാണി ആയി വരുമ്പോൾ റൈസ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെള്ളം ഒന്ന് നന്നായി തിളപ്പിച്ചെടുക്കാം. അതിനുശേഷം അതിലേക്ക് നമുക്ക് അരി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ബസുമതി റൈസാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കുതിർത്തിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് കഴുകിയിട്ട് ഊറ്റിയെടുത്തിട്ടുള്ള ബസുമതി റൈസാണ് കേട്ടോ ഇത്. ഇതെല്ലാം കൂടി ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് കറക്റ്റ് 1 വിസിലാവുന്നവരെ ഇതൊന്ന് വേവിച്ചെടുക്കാം. കറക്റ്റ് 1 വിസിലാവുന്ന വരെ തന്നെ വേവിച്ചെടുത്താൽ മതി. പിന്നീട് കുക്കറിലുള്ള കംപ്ലീറ്റ് പ്രഷറും പോയതിന് ശേഷം കുക്കർ നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇതാ കറക്റ്റായിട്ട് റൈസ് വെന്ത് വന്നിട്ടുണ്ട്. ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കൊറിയൻഡർ ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ വറുത്തെടുത്തിട്ടുള്ള കാഷ്നട്ട്സും പിന്നെ അതുപോലെ സവാളയൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതാ കൊറിയൻഡർ ലീവ്സ് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഈസി ആയിട്ടുള്ള കുക്കർ വെജിറ്റബിൾ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കുക. അടുത്തൊരു നല്ല റെസിപ്പിയായിട്ട് വീണ്ടും കാണാം.